സാന്ദ്ര തോമസിന് മറുപടിയുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ. സാന്ദ്രയുടെ ഷോ എന്ന ലിസ്റ്റിൻ ആദ്യം പർദ്ദ ധരിച്ചെത്തി, രണ്ടാമത് വന്നപ്പോൾ പർദ്ദ കിട്ടിയില്ലേ എന്നും പരിഹാസം. മമ്മൂട്ടിയെ പോലും വെറുതെ വിഷയത്തിലേക്ക് കൊണ്ടുവന്നു എന്നും ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. മത്സരിക്കാൻ പറ്റൂല, കാരണം ഇന്നതാന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത്. പുള്ളിക്കാരി പറഞ്ഞു, മനസ്സിലായോ? ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ദ ധരിച്ചിട്ടാണോ വന്നത്? അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പർദ്ദ ധരിച്ചില്ലല്ലോ. പർദ്ദ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ലേ? അല്ല, അതുമായിട്ട് യാതൊരു ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. മമ്മൂക്കയുടെ പേര് പറയേണ്ട ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു വിഷയം വരുമ്പോൾ ഇനി അത് മമ്മൂക്ക പറഞ്ഞില്ല എന്നുള്ള സെക്കൻഡറി തിങ്. ഒരു കാര്യം വരുമ്പോൾ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ മേലെ, ഇങ്ങനെ വിചാരിക്കാൻ മേലെ, അത് പോട്ടെന്ന് വെക്കാൻ മേലെ. ഇതൊരു സ്വാഭാവികമാണ്. ബിക്കോസ് ഞാനൊരു നോർമൽ മനുഷ്യനാണ്, ഞാനൊക്കെ അങ്ങനെ സംസാരിക്കും. റിയ ബേബി ചേരുന്നുണ്ട്. റിയ, എന്താണ് ലിസ്റ്റിനെ ചൊടിപ്പിക്കുന്നത്? പ്രതീക്ഷ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയപ്പോൾ സാന്ദ്ര തന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഒരു പ്രതിഷേധവുമായാണ് ഈ പർദ്ദ ധരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. പക്ഷെ അതിനൊരു പരിഹാസവുമായാണ് ഇപ്പൊ ലിസ്റ്റിൻ രംഗത്തെത്തിയിരിക്കുന്നത്. അന്ന് പർദ്ദ ധരിച്ചെത്തി, രണ്ടാമത് വന്നപ്പോൾ പർദ്ദ എന്തുകൊണ്ട് കിട്ടി എന്നതാണ് ഈ സൂക്ഷ്മ പരിശോധന ദിനത്തിൽ സാന്ദ്ര എത്തിയതിനെ അത് പരാമർശിച്ചുകൊണ്ട് ലിസ്റ്റിൻ ചോദിക്കുന്നത്. അതൊരു ഏത് തരത്തിൽ അതിനെ എടുക്കണമെന്നത് അത് കാണുന്നവർക്ക് തന്നെ മനസ്സിലാകും. മറ്റൊന്നുള്ളത്, ഈ മമ്മൂട്ടിയുടെ അടക്കം പേര് വലിച്ചയച്ചതിലാണ് ലിസ്റ്റിൻ വിമർശനം ഉന്നയിക്കുന്നത്. ആളുകൾ സിനിമയ്ക്ക് കമ്മിറ്റ് ചെയ്യും, അതിൽ നിന്ന് പിന്മാറും, അത് സ്വാഭാവികമാണ്. ഒരു പക്ഷെ കഥ ഇഷ്ടപ്പെടാതിരിക്കാം, പക്ഷെ ഇങ്ങനെ നുണ പറയുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഭാഗത്തുനിന്നായിരുന്നു. മറ്റൊന്നുള്ളത്, ബൈലോ ആണ് സാന്ദ്രയെ മത്സരിക്കാൻ അനുവദിക്കാത്തത്, അതിന് തങ്ങൾ കാരണക്കാരല്ല എന്ന വാദമാണ് ലിസ്റ്റിൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ സാന്ദ്ര ഇതിന്റെ ആദ്യഘട്ടം മുതൽ മുന്നോട്ട് വെക്കുന്നത് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ചിത്രങ്ങൾ സെൻസർ ചെയ്യപ്പെടണം, 3 സിനിമകൾ സെൻസർ ചെയ്തതുണ്ടാകണം എന്നത് മാത്രമാണ്. അവിടെ ബാനർ എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സാന്ദ്ര കോടതിയിൽ പോയത്. പക്ഷേ ലിസ്റ്റിൻ പറയുന്നത് ബൈലോ പ്രകാരമാണ് സാന്ദ്രയെ മത്സരിപ്പിക്കാതിരുന്നത്. അതിൽ മറ്റൊരു വിമർശനമില്ല. സാന്ദ്ര കാണിച്ചു കൂട്ടുന്നതിനൊക്കെ വലിയ വിമർശനം എന്ന തരത്തിൽ ലിസ്റ്റിൻ ഇന്ന് പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമൊക്കെ വന്നതിനും പിന്നാലെയാണ് ഇപ്പോൾ അത് വീണ്ടും ലിസ്റ്റിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം പരാമർശങ്ങൾ വരുന്നത്. മാത്രമല്ല, കോടതി അനുവദിച്ചാൽ സാന്ദ്ര മത്സരിക്കട്ടെ, തങ്ങൾക്ക് എതിർപ്പില്ല എന്നൊരു പ്രതികരണം കൂടി ലിസ്റ്റിൻ നടത്തിയിട്ടുണ്ട്. എന്തായാലും പർദ്ദ ധരിച്ചെത്തിയ സാന്ദ്രയുടെ പ്രതിഷേധത്തെയാണ് പരിഹാസ രൂപേണ ലിസ്റ്റിൻ പരാമർശിച്ചിരിക്കുന്നത്.